ഹായ് ഫ്രണ്ട്സ്, ഇത് പാലക്കാട് മണ്ണാർക്കാട് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുനീർ കൊണ്ടുവന്ന വണ്ടിയാണ്. അവർ തലേദിവസം രാത്രി കട്ടപ്പന വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കയ്യിൽ വണ്ടി കൊണ്ടുവന്ന് തന്നിട്ട് വീണ്ടും റൂമിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇതിൻ്റെ വയറിംഗ് കിറ്റൊക്കെ വേറെ എവിടെയോ വർക്ക് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പാനൽ ബോർഡിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ റീപ്ലേസ് ചെയ്യാതെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുകയാണ്. അതായത് ഇതിൻ്റെ നിലവിലിരുന്ന പാനൽ ബോർഡിന് എപ്പോഴും കംപ്ലൈൻറ്റ് വരും. അതിൻ്റെ അകത്ത് തന്നെയാണ് മ്യൂസിക് ബോർഡും പവർ ബട്ടണും ഫോർവേഡ് ബാക്ക്വേഡ് സ്വിച്ചും എല്ലാം വരുന്നത്. അത് നമ്മളെല്ലാം സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു PVC ഷീറ്റ് എടുത്ത് അത് ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിന് മോഡിഫൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് മ്യൂസിക് ബോർഡ് അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുന്ന ടൈപ്പ് സെയിം പാനൽ ബോർഡ് റീപ്ലേസ് ചെയ്യാം. പക്ഷേ അതിന് അത്യാവശ്യം വിലയുണ്ട്, പിന്നീട് കംപ്ലൈൻറ്റും വരും. അപ്പോൾ പിന്നീട് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൽ ബോർഡിലെ പവർ സ്വിച്ചിന് പകരം നമ്മളത് ഇതുപോലെ ഇഗ്നിഷൻ കീ സെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ടിപ്പുറേ ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് അല്ലെങ്കിൽ ഗിയർ ലിവർ സെപ്പറേറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങേ അറ്റത്തെ ഒരു പവർ സ്വിച്ചൊക്കെ ആദ്യം റിപ്പയർ ചെയ്ത സ്ഥലത്ത് അൺഈവനായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം നമുക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്ത് അവിടെ സ്വിംഗ് മോഡിലും ലൈറ്റിനുമുള്ള സ്വിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കീ സ്റ്റാർട്ട് ബട്ടൺ അതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗിയർ ലിവർ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്വിംഗ് മോഡിനും ലൈറ്റിനുമുള്ള സ്വിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഗിയർ ലിവർ ഇതുപോലെ സിമ്പിളായിട്ട് ഇറക്കിയിട്ടു. ഇവിടെ ഒരു ഡ്യുവൽ സ്വിച്ച് സ്വിംഗ് മോഡിനും ലൈറ്റിനുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു വെച്ച ആ ഒരു പാനൽ ഇതുപോലെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന പാനൽ ബോർഡ് മാറ്റി നമ്മൾ എല്ലാം സ്പ്ലിറ്റ് ചെയ്തെടുത്തു. പക്ഷേ റിമോട്ടിൻ്റെ ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പുതിയ ബാറ്ററി 1 ഇയർ വാറൻറ്റി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ബാറ്ററി വെച്ചു, പുതിയ ചാർജർ വെച്ചു. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് ആക്സിലിൻ്റെ വെൽഡിംഗ് എല്ലാം വിട്ട് കിടക്കുമായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ വെൽഡിംഗ് എല്ലാം ചെയ്ത് വണ്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സുനീറിൻ്റെ കൂട്ടുകാരൻ ഫിറോസിന് ഒരാഗ്രഹം ഈ വണ്ടിയിലൊന്ന് ഇരുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയുടെ പെർഫോമൻസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. സുനീറും നല്ല രീതിയിൽ റിമോട്ടൊക്കെ വെച്ച് ഒന്ന് ഓടിച്ച് കളിച്ചിട്ടൊക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അവർ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ വണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം പറഞ്ഞ പണിക്കൂലിയേക്കാളും കൂടുതൽ തന്നിട്ടാണ് സുനീറും കൂട്ടുകാരനും മണ്ണാർക്കാടിനും മടങ്ങിയത്. അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നത് നോക്കി മോള് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.